പത്തനംതിട്ട അടൂരിൽ 31കാരിയെ വീടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ സംഭവം യുവതി ജീവനൊടുക്കിയതാണെന്ന് പോലീസ്. മരണത്തിൽ കൊലപാതക സാധ്യത ആരോപിച്ച് മരിച്ച ഷഹനയുടെ കുടുംബം രംഗത്തെത്തിയെങ്കിലും പോസ്റ്റ്മോർട്ടത്തിൽ അത്തരം തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സംഭവസ്ഥലത്തുനിന്ന് കസ്റ്റഡിയിലെടുത്ത യുവതിയുടെ ആൺ സുഹൃത്തിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയേക്കും. ഇന്നലെ രാത്രി 7:30യോടെയാണ് കോട്ടമുകളിലെ വാടക വീട്ടിലെ സ്റ്റെയർ കേസിൽ ഷഹനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. 2ാം ക്ലാസ്സുകാരനായ മകൻ ട്യൂഷന് പോയ സമയത്തായിരുന്നു സംഭവം. മരണവിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ അടൂർ പോലീസ് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഷഹനയുടെ ആൺ സുഹൃത്തും ഏഴംകുളം സ്വദേശിയുമായ യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഷഹനയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കൊലപാതകമാണെന്നും കുടുംബം ആരോപിച്ചെങ്കിലും ഇന്ന് നടന്ന പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ അത്തരം കണ്ടെത്തലുകളൊന്നുമില്ല. തൂങ്ങി മരണമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ മരണത്തിന് തൊട്ടുമുൻപ് വീടിനുള്ളിൽ വെച്ച് ഷഹനയും ആൺസുഹൃത്തും തമ്മിൽ കയ്യാങ്കളിയും കടുത്ത വഴക്കും നടന്നതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇരുവരും തമ്മിലുണ്ടായ തർക്കവും കയ്യാങ്കളിയുമാണോ യുവതിയെ ജീവനൊടുക്കുന്നതിലേക്ക് നയിച്ചതെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഷഹനയുടെ കുടുംബത്തിന്റെ മൊഴി ഒരിക്കൽ കൂടി വിശദമായി രേഖപ്പെടുത്തിയ ശേഷം കസ്റ്റഡിയിലുള്ള യുവാവിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തുന്ന കാര്യം പോലീസ് ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ഷഹന ഭർത്താവുമായി ഏറെക്കാലമായി അകന്നു കഴിയുകയായിരുന്നു. ഇവരുടെ വിവാഹമോചന കേസ് നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ്. സംഭവത്തിൽ അടൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.